ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സ്വർഗീയ പിതാവേ, അങ്ങയുടെ മകളായ പരിശുദ്ധ മറിയത്തെ കുടുംബജീവിതം നയിച്ച് എങ്ങനെ വിജയിക്കാമെന്ന് ഈ ലോകം മുഴുവനെയും അങ്ങ് കാണിച്ചു കൊടുത്തല്ലോ. ഈ ലോകത്തിലുള്ള എല്ലാ കുടുംബനാഥന്മാരെയും പരിശുദ്ധ അമ്മയുടെ കരങ്ങൾ വഴി ഈശോയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകിയ ഭർത്താവിനും കുടുംബജീവിതത്തിനും നന്ദി പറയുന്നു. കുടുംബത്തിനു വേണ്ടി അധ്വാനിച്ചു കൊണ്ടിരിക്കുന്ന എൻ്റെ ഭർത്താവിൻ്റെ കരങ്ങളെ ശക്തിപ്പെടുത്തണമേ. എൻ്റെ ഭർത്താവ് കടം വാങ്ങുന്നവനായി മാറാതെ കടം കൊടുക്കുന്ന വ്യക്തിയായി മാറാൻ ഞങ്ങളുടെ വരുമാനത്തെ അനുഗ്രഹിക്കണമേ. പൈശാചിക ശക്തികളിൽ നിന്നും എൻ്റെ ഭർത്താവിനെ കാത്തുകൊള്ളണമേ. കുടുംബ ബന്ധങ്ങളെ നശിപ്പിക്കാൻ സ്ത്രീയുടെ രൂപത്തിൽ വരുന്ന പൈശാചിക ബന്ധനങ്ങളെ തകർത്തെറിയണമേ. മക്കൾക്ക് മാതൃകയായി തീരുന്ന രീതിയിൽ ജീവിക്കാൻ ഓരോ അപ്പന്മാരെയും അനുഗ്രഹിക്കണമേ. ജീവിത പങ്കാളികൾക്ക് ഇഷ്ടമില്ലാത്തതും കുടുംബത്തെ വേദനിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ ചെയ്യേണ്ട എന്ന് അവർക്ക് തോന്നുന്ന രീതിയിൽ ഉറച്ചു നിൽക്കാൻ ഓരോ കുടുംബനാഥന്മാരെയും അനുഗ്രഹിക്കണമേ. കുടുംബത്തെ ഉത്തരവാദിത്വത്തോടു കൂടി പരിപാലിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുഗ്രഹിക്കണമേ. അവരുടെ വാക്കുകളും ജീവിതവും സത്യസന്ധതയുള്ളതായിരിക്കട്ടെ. ഗലാത്യർ 5:22-23. ആത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം കൊണ്ട് ഓരോ ഭർത്താക്കന്മാരെയും നിറയ്ക്കണമേ. ആത്മാവിൻ്റെ ശരീരത്തിൽ, കുടുംബത്തിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തിലുള്ള കുറവുകളിലും പോരായ്മകളിലും ബലഹീനതകളിലും പരസ്പരം താങ്ങായി തണലായി ജീവിക്കാൻ അനുഗ്രഹം നൽകണമേ. കുടുംബങ്ങളെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്ന പൈശാചിക ശക്തികളെ യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തിയാൽ, യോഗ്യതയാൽ കുരിശിൻ ചുവട്ടിൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അവരുടെ ജീവിത പങ്കാളികളെയും ഇന്നേ ദിവസം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അവർക്കുള്ള എല്ലാ കുറവുകളും നിറവുകളാക്കണമെന്ന് പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം യാചിക്കുന്നു. ആമേൻ.